ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയും ഇന്ത്യ മുന്നണിയും വളരെയേറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. രാമക്ഷേത്രം പണിതതോടുകൂടി ഉത്തർപ്രദേശിൽ 80 സീറ്റുകൾ നേടാമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇതാ ഉത്തർപ്രദേശിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പുതിയൊരു സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. 2019 തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ NDA മുന്നണി നേടിയത് 64 സീറ്റുകളായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം BJPക്ക് അത്ര അനുകൂലമല്ല എന്ന് കണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പരമാവധി കക്ഷികളെ NDAയിലേക്ക് ചേർക്കാൻ BJP ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ചരൺ സിംഗിന് ഭാരതരത്ന കൊടുത്ത് RLDAയെ NDA മുന്നണിയിൽ എത്തിക്കുന്നതിൽ BJP വിജയിച്ചു. ലോക്പോളിന്റെ ഉത്തർപ്രദേശിലെ ഫൈനൽ സർവേ അനുസരിച്ച് NDAയ്ക്ക് 68 മുതൽ 69 വരെ സീറ്റ്, ഇന്ത്യക്ക് 8 മുതൽ 10 വരെ സീറ്റ്, BSPക്ക് 3 മുതൽ 4 വരെ. അതുപോലെ ഇന്ത്യ മുന്നണിക്ക് കിട്ടുന്ന 8 മുതൽ 10 വരെ സീറ്റുകളിൽ 3 മുതൽ 4 വരെ സീറ്റുകൾ കോൺഗ്രസിൻ്റെതായിരിക്കും എന്നാണ് ഈ സർവേ പറയുന്നത്. ഈ സർവേ അനുസരിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് 5 സീറ്റുകൾ വരെ അധികം NDAയ്ക്ക് ലഭിക്കാമെന്നാണ് പറയുന്നത്. സോണിയാഗാന്ധിയുടെ ഏക സീറ്റ് മാത്രം ലഭിച്ച കോൺഗ്രസിന് അത് ഇപ്രാവശ്യം 3 മുതൽ 4 സീറ്റുകൾ വരെ ആക്കാൻ സാധിക്കുമെന്നും ഈ സർവേ പറയുന്നു. എന്നാൽ ഈ സർവേയിൽ കാണുന്ന പോലെ BJPക്ക് 69 സീറ്റുകൾ ലഭിക്കുക എന്നുള്ളത് വലിയ പ്രയാസമായിരിക്കുമെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പറയുന്നത്. കർഷകരുടെ സമരം പല മണ്ഡലങ്ങളിലും BJPക്ക് വലിയ തോതിൽ വോട്ടുകൾ നഷ്ടപ്പെടാൻ കാരണമാകും. അതുപോലെ തന്നെ രജപുത്ര വിഭാഗം ഇപ്രാവശ്യം BJPക്കെതിരെ ശക്തമായി തിരിഞ്ഞിരിക്കുകയാണ്. ഗുജറാത്തിൽ നിന്നുള്ള BJP MPയുടെ വൃത്തികെട്ട പരാമർശത്തിലൂടെ അവർക്ക് പല മണ്ഡലങ്ങളിലും കാര്യമായ സ്വാധീനമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ NDA ഉത്തർപ്രദേശിൽ 50 സീറ്റുകളിൽ താഴെ എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്നാൽ യഥാർത്ഥ ഫലം ജൂൺ 4 അറിയാനാവും. ഉത്തർപ്രദേശിലെ ഈ സർവേ ഫലത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?